വെസ്റ്റ് ഏഷ്യയിൽ കഴിഞ്ഞ 40 ദിവസമായിട്ടുള്ള വാർ നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴാണ് ഒരു വെടിനിർത്തൽ വന്ന് 2 ആഴ്ച, ഏകദേശം 3-4 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് തുടങ്ങും. ഇതിനകത്ത് നമ്മളിത് മുഴുവൻ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. ഖത്തറിൻ്റെ ഇൻ്റർനാഷണൽ പോളിസി, ഇൻ്റർനാഷണൽ മീഡിയേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന 2 പാർട്ടികൾ ഒരുമിച്ചിരുന്ന് നെഗോഷിയേറ്റ് ചെയ്ത് അതിനൊരു റിസൾട്ട് കൊണ്ടുവരിക. അതായത് ഒരു ഇൻ്റർനാഷണൽ ഒരു ന്യൂട്രൽ രാജ്യമാകാനാണ് ഖത്തർ ശ്രമിച്ചത്. അതായത് ജനീവ, അപ്പോൾ അതൊരു സ്പെസിഫിക് സ്ഥലമാണ്. അവിടെ ജനീവ കരാറുകൾ, ജനീവയിലെ മ്യൂച്വൽ ടോക്സ്, അതേപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു യൂറോപ്പിലെ ഒരു ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യയിൽ ഖത്തർ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് സോണുകളിൽ പല രാജ്യങ്ങളുണ്ട്, പല സംഘടനകളുണ്ട്, പല തീവ്രവാദ സംഘടനകളുണ്ട്. ഇവരുമായിട്ടൊക്കെ മീഡിയേഷൻ നടത്തുക, അതിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവരിക, വെടിനിർത്തൽ കരാറിലോട്ട് കൊണ്ടുവരിക എന്നൊരു റോള് ഖത്തർ വലിയ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, ഹമാസ് ഹെഡ്ക്വാർട്ടേഴ്സ് അത് ഖത്തറിലായിരുന്നു. അവർക്ക് സാമ്പത്തിക സഹായവും ആയുധ സഹായവും, അവർക്ക് മെഡിസിൻ, ഈ സംഭവങ്ങളൊക്കെ ഖത്തർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഖത്തർ ന്യൂട്രൽ രാജ്യമാണ് എന്നുള്ളൊരു പേര് ഗ്ലോബലായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്കറിയാം, ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ നേതാവ്, ഇറാനിൽ കൊല്ലപ്പെടുന്നു. എന്നിട്ട് അയാളുടെ ഡെഡ് ബോഡി ഖത്തറിൽ കൊണ്ടുവരുന്നു. വലിയ രീതിയിൽ രാജകീയമായ ശവസംസ്കാരമൊക്കെയാണ് ഖത്തറിൽ നടത്തിയത്. ഇറാനുമായിട്ടൊരു അൺഹോളി റിലേഷൻഷിപ്പ് അത് ഖത്തർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് നിങ്ങൾ കണ്ടതാണ്. കാരണം ഇറാനിൽ മെഡിസിന്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, കാരണം സാങ്ഷൻ ഉപരോധമുള്ള രാജ്യമാണ്. പലപ്പോഴും അവർക്ക് അവരുടെ എയർക്രാഫ്റ്റിന് സ്പെയർ പാർട്സ് ഒന്നും കിട്ടത്തില്ല. അത് ഖത്തർ എയർവേസ് അത് വാങ്ങിയിട്ട്, ഇതൊക്കെ അമേരിക്കയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഖത്തറിനൊരു അഡ്വാൻറ്റേജ് ഇറാനിൽ നിന്നും കിട്ടും. ഇറാനിയൻ ഭരണാധികാരികൾ ഖത്തറിൽ വരുന്നു, ടോക്സ് നടത്തുന്നു, സംസാരിക്കുന്നു, പോകുന്നു. ഖത്തറും ഇറാനുമായിട്ട്, ടെഹ്റാനുമായിട്ട് ഈ പറയുന്ന ഏവിയേഷൻ സർവീസ് കണ്ടിന്യൂ ആയിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടും ഖത്തർ ഇറാനെ സഹായിച്ചു, സാങ്കേതികമായിട്ടും സഹായിച്ചു. ഗ്ലോബലായിട്ട് പല സാധനങ്ങൾ സാങ്ഷൻ കിട്ടാതിരുന്നപ്പോൾ പോലും, അതായത് ഓയിലിൻ്റെ പണം, അതായത് ക്രൂഡ് ഓയിലിൻ്റെ പണം, അതിന് സ്വിഫ്റ്റ് സംഭവമുണ്ട് ബാങ്കിൻ്റെ, അതുപോലും ഖത്തറിൻ്റെ ഉപയോഗിച്ചു. അത് UAE ലോകത്തെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഖത്തർ ഈ പറയുന്ന ഒരു ന്യൂട്രൽ രാജ്യമാകാൻ ശ്രമിച്ചു. ഈ സമയത്തൊക്കെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു സംഭവമുണ്ട്. സൗദി അറേബ്യ, UAE ഈ ഒരു പരിപാടിക്ക് നിന്നേയില്ല. അവർ ഈ ഹമാസിനെ പിന്തുണയ്ക്കാൻ പോയില്ല, ഇറാനെ പിന്തുണയ്ക്കാൻ പോയില്ല, മുസ്ലിം ബ്രദർഹുഡ് അതിനെ പിന്തുണയ്ക്കാൻ പോയില്ല, ഹൂത്തികളെ പിന്തുണയ്ക്കാൻ പോയില്ല, അവരുമായിട്ട് അടിയായി. ഹിസ്ബുള്ളയും പിന്തുണയ്ക്കാൻ പോയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇഷ്ടം പോലെ പണമുണ്ട്. അവർ ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനാണ് ദോഹ. അതായത് അവരുടെ ഒരു ചാനലുണ്ട്, അൽ ജസീറ. ആ ചാനൽ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അവർ ഉപയോഗിച്ച വാക്ക് ഗാസയിൽ ജനസൈഡ്, ആ വാക്ക് അവരാണ് ആദ്യം ഉപയോഗിക്കുന്നത്, ടോക്കൺ ചെയ്യുന്നത്. എന്നിട്ട് അവർ ലെബനനിൽ ഉപയോഗിച്ചു. ഇന്ന് ഇറാനിൽ ഇത്രമാത്രം സംഭവം ഉണ്ടായി. ഈ ജനസൈഡ് എന്നൊരു വാക്ക് ഖത്തർ എവിടെ ഉപയോഗിക്കുന്നില്ല. ഈ അൽ ജസീറ ചാനൽ ഉപയോഗിക്കുന്നില്ല. അവിടെ സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ടല്ലോ, ടെഹ്റാനിൽ ബോംബ് ചെയ്ത്. ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്താണ് ഖത്തറിന് പറ്റിയത്? എന്താണ് ഖത്തർ കംപ്ലീറ്റ് ആയിട്ട് പിന്മാറിയത്? അതിൻ്റെ കാര്യം എന്താണ്? റീസൺ എന്തുകൊണ്ടാണ് ഖത്തർ ഈ പറയുന്ന ഇറാൻ്റെ 60% ഡിപ്ലോമാറ്റ്സിനെ, അവരുടെ മിലിറ്ററി അറ്റാച്ചെ ഉൾപ്പെടെ മുഴുവനെ സാക്ക് ചെയ്തു, പൊയ്ക്കോളാൻ പറഞ്ഞു അവിടുന്ന്? എന്താ കാര്യം? എന്ത്? ഖത്തർ പ്രതീക്ഷിച്ചല്ല നടന്നത് മുഴുവൻ. ഖത്തറിൻ്റെ ധാരണ UAE, സൗദി അറേബ്യ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യും, പക്ഷെ ഖത്തറിനെ അറ്റാക്ക് ചെയ്യത്തില്ല. ഇതാണ് ഖത്തറിൻ്റെ പൊട്ടന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ഇറാൻ്റെ മുമ്പിലുള്ള സംഭവം എന്തുവാ? അതാദ്യം മനസ്സിലാക്കണം. അവർക്ക് ഇസ്രായേലിനെ ഡയറക്റ്റ് ഇതേപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ ഹൈഫയിലുള്ള പെട്രോ കെമിക്കൽസ് ഉണ്ട്,
അതിനൊക്കെ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവരവിടെ എക്സ്പ്ലോറും മാനുഫാക്ചറിങ് അവർ അസർബൈജാനിൽ നിന്നും ഉസ്ബെക്കിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവർക്ക് വേറെ ഗ്യാസ് ഫീൽഡും ഉണ്ട്. അടുത്ത് റീസെൻ്റ്ലി അത് ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ തടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഇസ്രായേലിന് പറ്റും. ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് അതിനുള്ള സാങ്കേതിക സംഭവമൊന്നുമില്ല. അമേരിക്കൻ ബേസ് ഉണ്ട്. അമേരിക്കൻ ബേസൊക്കെ അമേരിക്കൻ പട്ടാളക്കാർ ചെയ്യും. ഖത്തറിൻ്റെതായ പട്ടാളക്കാരുണ്ട്, അവർക്ക് എയർക്രാഫ്റ്റ് ഉണ്ട്. പക്ഷെ അവർക്ക് ഈ പറയുന്ന മാൻ പവർ ഇല്ല. ഇതാണ് ഖത്തറിന് കിട്ടിയ അടി എന്ന് പറയും. ഇസ്രായേൽ അറ്റാക്ക് ചെയ്തില്ലേ, ഹമാസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറ്റാക്ക് ചെയ്തു. അവസാനം ഇറാനും പൊടിച്ച് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഖത്തർ എന്താ നേടിയത്? ഇൻ്റർനാഷണൽ ന്യൂട്രാലിറ്റി, മീഡിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം സേഫ് അല്ലാതായി മാറി. എത്രയോ ഏകദേശം 7.5 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുകയും ബിസിനസ്സൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഖത്തർ. സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് ബോധമായത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ന്യൂട്രൽ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഐദർ ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ്, അതായത് നടുക്ക് നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അതാണ് UAEയും സൗദി അറേബ്യയും വളരെ മെച്ചമായ ഡിസിഷൻ എടുത്തു. അവർ അമേരിക്കയുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെയാണ്. അവർ ഈ പറയുന്ന മീഡിയേറ്റേഴ്സും ഈ പറയുന്ന ഗാസയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളുടെ കൂടുന്ന അവരില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ഖത്തർ അവിടെ ഇസ്രായേലിൽ നിന്നും അടികിട്ടി, ഇറാനിൽ നിന്നും അടികിട്ടി. ഏകദേശം ഖത്തറിൻ്റെ 17% ഗ്ലോബൽ LNGയുമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഡാമേജ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന് അവരുടെ ഇറാൻ്റെ മിലിറ്ററി അറ്റാച്ച് ചെയ്ത് ദൂരെ കളഞ്ഞത്. ഇപ്പം എന്താണ് മിലിറ്ററി അറ്റാച്ച് ചെയ്ത സംഭവം? കാരണം അയാൾക്ക് കറക്റ്റായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കും, ഇന്നടത്തൊന്നും ബോംബ് ചെയ്യരുത്, കാരണം സ്പെസിഫിക് ആയിട്ടുള്ള സെൻസിറ്റീവ് ഏറിയയാണ്. അവിടെ ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് ഖത്തർ പറഞ്ഞാൽ തന്നെ ഭയമുണ്ടായി. കാരണം വേൾഡ് സ്റ്റാൻഡേർഡിലാണ് ഖത്തറിൻ്റെ ഗ്യാസ്. ഗ്ലോബലായിട്ടുള്ള ഗ്യാസ് ഹബ്ബാണ് ഈ ഖത്തർ എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ ഹൈ എൻഡ് ടെക്നോളജിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊക്കെ നല്ല പോലെ ഡാമേജ് ഉണ്ട്. 4-5 വർഷം കഴിഞ്ഞാലേ അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ സാമ്പത്തിക സംഭവത്തെ കയറി അറ്റാക്ക് ചെയ്തു. ഒരു കാരണവശാലും ഖത്തർ ഇത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ മീഡിയേഷനിൽ നിന്നും പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക എന്ന പാകിസ്ഥാൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തത്. ഇവിടെയാണ് ഖത്തറിന് ഫെയിലിയർ ആയത്. അട്ടർ ഫെയിലിയർ ആയിപ്പോയി ഖത്തർ. അവസാനം ഇന്നത്തെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ഇസ്രായേൽ ഈ പറയുന്ന ഇറാൻ്റെ ഗ്യാസ് ഫീൽഡിൻ്റെ സൈഡ് അറ്റാക്ക് ചെയ്ത് ഒരു ഭാഗം, അത് അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനായിരുന്നു ഇറാൻ്റെ. ആ ഭാഗത്ത് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഗ്യാസിൻ്റെ പല ഭാഗത്തും തീ പിടിച്ചു. അന്ന് ഖത്തർ വലിയ രീതിയിലാണ് ഇസ്രായേലി അറ്റാക്കിനെതിരെ പറഞ്ഞത്. ഉടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടുന്നു, ഇസ്രായേലിനോട് പറയുന്നു അവിടെ അറ്റാക്ക് ചെയ്യരുത്. അതായത് പാരസ് ഗ്യാസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലുള്ള സംഭവമാണ്. കാരണം അത്രമാത്രം ഖത്തറുമായിട്ട് ബന്ധമാണ് ഇറാന്. ഇന്ന് ഖത്തറിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കൃത്യമായിട്ട് ചില അറബ് പത്രങ്ങൾ, ഇൻ്റർനാഷണൽ പത്രങ്ങളും ഖത്തർ പറയുന്നത് ഹോർമുസ് എന്ത് വില കൊടുത്തു എടുക്കണം, ഇറാൻ്റെ ഗ്യാസ് ഹബ് അടിച്ച് തുലയ്ക്കുക, ഖർഗ് ഐലൻഡ് അടിച്ച് തുലയ്ക്കുക, അവരുടെ പവർ സ്റ്റേഷൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഖത്തറിലെ ഡീസാലിനേഷൻ, അവരുടെ ഗ്യാസ് കൊണ്ട് ഡീസാലിനേഷൻ നടക്കുന്ന പല അറബ് രാജ്യങ്ങൾക്കും ഇൻക്ലൂഡിങ് UAE അത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറാൻ എന്താണ് ആ സംഭവം? അവനെല്ലാം പോയി കിടക്കുന്നൊരു രാജ്യമാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഈ ഖത്തർ, കാരണം ഖത്തറിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ഈ പറയുന്ന സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഇസ്ലാമിക ടെററുമായി ബന്ധപ്പെട്ട സലഫിസവും വഹാബിസവും പൂർണ്ണമായി എടുത്ത് ദൂരെ കളഞ്ഞു. പക്ഷേ അതിനെ താങ്ങി പിടിച്ചുകൊണ്ടാണ് ഈ ഖത്തർ നിന്നത്. കേരളത്തിലെ പല സലഫിസ്റ്റുകൾക്കും വഹാബിസവും, നിങ്ങൾക്കറിയാം കേരളത്തിൽ ഈ ജമാഅത്ത് ഉൾപ്പെടെയുള്ള പല സംഘടനകൾക്കും ഖത്തറിൻ്റെ സഹായമുണ്ട്. ഇപ്പോഴാണ് ഖത്തറിനെ പിടികിട്ടിയത് ഈ ഇസ്ലാമിക വേൾഡ് എന്ന് പറയുന്ന ചുമ്മാ ഒന്നുമല്ലെന്നുള്ള പിടികിട്ടിയത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഏറ്റവും മോശമായ, അതായത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഖത്തറിൻ്റെ പ്ലാന്റുകളും ഗ്യാസ് പ്ലാന്റുകളും, അതായത് ഗ്യാസ് ഹബ്ബുകളും കയറി അട്ടിക്കുന്നത്. ഇതാണ് ഖത്തറിന് കിട്ടിയ ടോട്ടലായിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ എന്താണ് അൽ ജസീറ വളരെ സൈലൻ്റായി പോയത്?
ഇറാനെ ഭയങ്കരമായിട്ട് ഇരിക്കുകയായിരുന്നു ഈ വാർ നടക്കുന്ന സമയത്ത്. ഖത്തറിന് അട്ടി കിട്ടിക്കഴിഞ്ഞപ്പം ഇറാനിൽ പ്രവർത്തിക്കുന്ന ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഉണ്ട്, അതേപോലെ പല ഫൗണ്ടേഷൻസ് ഉണ്ട്, റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട്, പല പീസ് ഗ്ലോബൽ റിസർച്ച് ഫൗണ്ടേഷൻ ഖത്തർ ഗവൺമെൻറ് പണം കൊടുത്ത് സ്പോൺസർ ചെയ്ത് നടത്തുന്ന സംഭവങ്ങളുണ്ട്. അവരെല്ലാം അങ്ങ് പതുക്കി അങ്ങ് താന്നു. അവസാനം അവർ ഇറാനെ തെറി വിളിക്കാൻ തുടങ്ങി. എന്താ കാര്യം? അമേരിക്കയെ വലിയ വാഴ്ത്താൻ തുടങ്ങി, ഇസ്രായേലിനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ ഈ അൽ ജസീറ ചാനൽ കാണുന്ന ഒരാളാണ്. കാരണം എനിക്കറിയണമെങ്കിൽ എന്താണ് അവരുടെ വേർഷൻ എന്നുള്ളത്, എന്താണ് ഇറാൻ്റെ വേർഷൻ, അവരുടെ ഇൻഡെപ്തായിട്ടുള്ള വേർഷൻ അറിയണം. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ഒരു വേർഷൻ എപ്പോഴും അൽ ജസീറ ചാനൽ കൃത്യമായിട്ട് ഇറാൻ്റെ വേർഷൻ കൊടുക്കുമായിരുന്നു. ഇറാന് അനുകൂലമായിട്ട് കൊടുക്കുമായിരുന്നു, ഹമാസിന് അനുകൂലമായിട്ട് കൊടുക്കുമായിരുന്നു, ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും അനുകൂലമായിട്ട് കൊടുക്കുമായിരുന്നു. ഇതെല്ലാം ഒരു ഖത്തറിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ഇതിനെ ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്ന ഇറാനാണെങ്കിലും ഖത്തറിൻ്റെ ഒരു തലോടലുണ്ട്. കാരണം അവർക്കൊരു PR-ഉം സർവീസും എല്ലാം ഖത്തർ ഗവൺമെൻറ് പണവും അവരുടെ ചാനലിൽ കൂടെ ചെയ്തു കൊടുത്തു. ഇവിടെയാണ് ഖത്തറിന് കിട്ടിയ ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത്. എന്താണ്? അൽ ജസീറ ചാനൽ പെട്ടെന്ന് തലകീഴെ ടേൺ അടിച്ചു പെട്ടെന്ന്. കാരണം ഖത്തറിന് അടി കിട്ടി. കാരണം ഈ സാമ്പത്തികം വലിയ സംഭവം തന്നെയാണ്. ഖത്തറിൻ്റെ ഏറ്റവും വലിയ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്യാസാണ്. അതിന് അടി കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ ഈ ചാനൽ എങ്ങനെ റൺ ചെയ്യാൻ പറ്റും? കാരണം ഖത്തർ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ചാനലിന്. അതേപോലെ ഡീസാലിനേഷൻ, ഹോർമുസ് തുറക്കാൻ പറ്റുന്നില്ല. ഖത്തറിന് അടിയാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയും പല കാര്യങ്ങളും നിയന്ത്രിക്കുകയും മീഡിയേഷൻ പരിപാടി അല്ല, അതായത് ഇൻവോൾവായി. ഇപ്പോൾ ഇതിന് അടുത്ത സമയത്ത് 2-3 ദിവസം മുമ്പ് ഖത്തറിലെ വളരെ സീനിയറായിട്ടുള്ള ഇസ്രായേലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് ഇൻക്ലൂഡിങ് മൊസാദിൻ്റെ ആൾക്കാരൊക്കെ വന്നു. എന്താ ഡിസ്കഷൻ നടന്നത്? ഖത്തർ അമേരിക്കയോട് പരാതിപ്പെട്ടു. കാരണം അവരുടെ ഗ്യാസ് ഫീൽഡും മറ്റും പ്രൊട്ടക്ഷൻ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അമേരിക്ക ഖത്തറിനോട് പറഞ്ഞ് അവരുടെ സൈനികർ ഈ വാറിൽ എൻഗേജ്ഡ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേലുമായിട്ട് സംസാരിക്കുക, അവരുടെ മാൻ പവർ നിങ്ങളെ സഹായിക്കും. ഇതാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഖത്തർ ഈ പറയുന്ന അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് കണ്ടിരുന്ന ഇസ്രായേലിനെ വിളിച്ചു വരുത്തുകയാണ് പ്രൊട്ടക്ഷന് വേണ്ടി. ഇത് സൗദിയും കാണിച്ച് UAEയും കാണിച്ച് എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഇന്ന് ഇസ്രായേലിനെ വേണം. കാരണം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും ഈ ട്രെയിൻഡ് ടെക്നോളജി ഹൈ എൻഡ് ടെക്നോളജി മാൻ പവർ ഇല്ല, ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷേ അതിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഈ രാജ്യങ്ങൾക്കൊന്നും വലിയ പിടിയൊന്നുമില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 40-45 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ഇറാനേക്കാളും കൂടുതൽ, അതായത് ഇറാൻ ഒരു സാമ്പത്തികമായിട്ട് ഒരു പ്രൊളിഫിക് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല, തകർന്ന നാശമായ രാജ്യം. ഖത്തർ അങ്ങനല്ല. അതായത് ഗ്രോ ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഗ്ലോബലായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഐക്കോണിക് രാജ്യമായ ഖത്തറാണ്. വേൾഡ് കപ്പ് വരെ നടന്നു. ആ രാജ്യത്തിൻ്റെ സ്ഥിതിയാണ്. ഇപ്പോഴാണ് ഖത്തർ ഒരു പാഠം പഠിച്ചത്. ഇവരെയൊക്കെ വിളിച്ച് അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയതും ഇറാനെ സപ്പോർട്ട് ചെയ്തൊക്കെ ഭൂലോക അബദ്ധമായിപ്പോയി. അവസാനം ഇസ്രായേലും അടിച്ചു, ഇറാനും അടിച്ചു. ഇനി ആരാ ഖത്തറിനെ അടിക്കാത്തത്? ഈ പറഞ്ഞ UAE, സൗദി അറേബ്യയൊക്കെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമായി. ഖത്തറിനാണ് ഏറ്റവും കൂടുതൽ അബദ്ധവും അടിയും കിട്ടിയത്. ഇറാൻ്റെ നിന്നും അടി കിട്ടി. ഇതിൽ നിന്നാണ് ഖത്തർ മനസ്സിലാക്കിയത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവരുടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഈ പറയുന്ന ഇസ്രായേൽ അവർക്ക് ആവശ്യമാണ്. അതായത് സയണിസ്റ്റ്, ആൻറ്റി ഇസ്രായേൽ ഈ സംഭവങ്ങളൊക്കെ ഈ വരാനുള്ള ദിവസങ്ങൾ നിങ്ങൾ കണ്ടുപോകണം. ഈ പറയുന്ന അൽ ജസീറ ചാനൽ മുഴുവനും ടേൺ അടിക്കും. ഇസ്രായേലിന് അനുകൂലമായിട്ട് ഈ ചാനലും അതിൻ്റെ വാർത്തകളും പോകാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.